കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ തൊഴാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ, ഗുരുവായൂരപ്പനെ കാണാം. ഇന്നിപ്പോൾ ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് വഴുകി ഉച്ചപൂജയൊക്കെ ഇടാനേ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് കുറച്ച് വഴുകിയത്. എന്തായാലും നമുക്ക് ഗുരുവായൂരപ്പനെ തൊഴാൻ പോവാം. ഏത് രൂപത്തിലാണെന്ന് അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് ഭഗവാൻ എന്ന് നോക്കണ്ടേ? അപ്പോൾ എന്തായാലും ആദ്യം തന്നെ ആ ഗണപതി അമ്പലത്തിലെ ആ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലുള്ള ആ ഗണപതി അമ്പലത്തിലൊന്ന് പോയിട്ട് ആ വിഘ്നേശ്വരനെ കണ്ട് തൊഴുത് വരാം. എന്നിട്ട് അനുവാദമൊക്കെ വാങ്ങിയിട്ട് നമുക്ക് നേരെ ഗുരുവായൂരപ്പനെ കാണാൻ വരാം. അപ്പോൾ എല്ലാവരും വരൂ കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ പോയി, അവിടെയാണെങ്കിലോ യാതൊരു തിരക്കുമില്ല, സുഖമായിട്ട് തൊഴാം. ഏത് വഴിയിൽ നിന്ന് നാല് വഴിയിൽ നിന്ന് നോക്കിയാലും വിഘ്നേശ്വരനെ കാണാം. കാരണം നല്ല പുറത്തായിട്ട് ഇങ്ങനെ ഇരിക്കണം, ആ ഗ്രില്ലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സുഖമായിട്ടിരിക്കുകയാണ് വിഘ്നേശ്വരൻ. അപ്പോൾ നമുക്ക് കണ്ടു തൊഴാം. അത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഗോപുരം കടന്നിട്ട് അകത്തേക്ക് വരാം. അങ്ങനെ വന്ന് ഗുരുവായൂരപ്പൻ്റെ ആ വാതിലിൻ്റെ അവിടെ എത്തിയ ഉടനെ നമ്മൾ അതിൻ്റെ മുകളിൽ കയറുമ്പോൾ വാതിൽപ്പടി ഇങ്ങനെ ചവിട്ടുമ്പോൾ തന്നെ നമ്മൾ നോക്കുക അകത്തെ ശ്രീലകത്തേക്കാണ്. എങ്ങനെയാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ അവിടെ നിന്ന് ഇരിക്കുന്നത് എന്നിങ്ങനെ ചിന്തിച്ചിട്ടാണ് നമ്മൾ വരുന്ന ചെയ്യുക. അപ്പോൾ അവിടെ ഇങ്ങോട്ട് കയറുമ്പോഴേ ഏത് രൂപത്തിലാണ് അന്ന് നമ്മളെ കാണാനായിട്ടിരിക്കുന്നത് എന്ന് മാത്രമാണ് നമ്മുടെ ചിന്ത. അപ്പോൾ നമ്മളങ്ങനെ കയറുകയാണ്. അപ്പോൾ ആ ശ്രീലകത്തെ ആ നെയ്വിളക്കിൻ്റെ പ്രഭ അങ്ങനെ വരികയാണ്. അങ്ങനെ അവിടെ എത്തുമ്പോൾ നമ്മൾ ആ നാരായണീയൻ രചിച്ച മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിച്ചു. അതുപോലെ ആ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കി തൊഴുതു. അങ്ങനെ നമ്മൾ നേരെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്, ചമ്രം പടിഞ്ഞിരിക്കുക കേട്ടോ. ഇന്ന് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ അവിടെ ചമ്രം പടിഞ്ഞിട്ടായിരിക്കണ്, എന്തോ കാത്തിരിക്കുകയാണെന്നാണ് തോന്നണത്. എന്താ ഒരു രസം! ആ ചതുർബാഹുവായ ആ നാരായണ വിഗ്രഹത്തിൽ, മഹാപ്രഭുവിൻ്റെ വിഗ്രഹത്തിൽ ഇന്ന് കളഭം കൊണ്ടുള്ള അലങ്കാരം, ആ പൊന്നുണ്ണിക്കണ്ണൻ വളരെ സുന്ദരമായിട്ടുള്ള ഒരു ചാർത്താണ്. അങ്ങനെ ചമ്രം പടിഞ്ഞിരിക്കുമ്പോൾ കാലിൻ്റെ പെരുവിരലുകൾ കാണാനുണ്ട്, അതുപോലെ ആ കാൽവളകൾ കാണാനുണ്ട്, പിന്നെ പട്ടൊക്കെ ഞൊറിഞ്ഞെടുത്തത് ഇങ്ങനെ കാണാനുണ്ട്. ശരിക്കും ഇങ്ങനെ ഇരിക്കുക തന്നെയാണ്. അങ്ങനെ നോക്കി വരുമ്പോൾ ചെറിയൊരു കുമ്പൊക്കെ ഇങ്ങനെ വീർത്ത് കുറച്ച് തടിച്ചു വരേണ്ടൊരു ഉണ്ണിയാണ്. നല്ല രസമായിട്ടുള്ള ചാർത്ത. അങ്ങനെ നോക്കി വരുമ്പോൾ കുമ്പേമിലത് അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ കാണുന്നു. പിന്നെ ഒരു പൊട്ടിങ്ങനെ സ്വർണ്ണഗോപി വെച്ചിട്ടുണ്ട്. അതേപോലെ കൈവളകൾ കാണുന്നു. കൈവളകൾ കാണുമ്പോൾ എന്താ, ഒരു കയ്യിൽ ആ ഓടക്കുഴൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, ഒരു കൈ വെറുതെ അരയിലിങ്ങനെ വെച്ച മാതിരിയാണ്. ഏകദേശം കക്ഷത്തിൻ്റെ അവിടേക്കാണ് ഈ ഓടക്കുഴൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നണത് എന്തോ കാത്തിരിക്കുകയാണെന്നാണ് തോന്നണത്, വെണ്ണ കാത്തിരിക്കുകയെന്നാണ് തോന്നണത്. യശോദാമ്മേ ആ നേദ്യമൊക്കെ കൊടുത്തു, ഭക്ഷണമൊക്കെ കൊടുത്തു. പക്ഷേ ഇനിയിപ്പോൾ അമ്മ വെണ്ണ കൊണ്ടുവന്ന് തരുമോ എന്നുള്ള ഒരു ചിന്തയിലാണ്. അതുകൊണ്ട് എത്തി നോക്കുന്ന പോലെ ഉള്ളൊരു അതിലാണ്. അതോ നമ്മളാരെങ്കിലും കൊണ്ടുപോയി കൊടുക്കണ്ടോ എന്നറിയില്ല, അതിനാണോ കാത്തിരിക്കണത്? എന്തായാലും അതിപ്പോൾ ഗുരുവായൂരപ്പനെ അറിയുള്ളൂ. നമ്മളെ ആണോ കാത്തിരിക്കണത് അതോ യശോദാമ്മേനെ ആണോ എന്നറിയില്ല. എന്തായാലും നല്ല രസമായിട്ടുള്ള ഒരു കാഴ്ചയിലായിരിക്കണതേ. ആരെയോ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, എന്താണെന്നറിയില്ല. വെണ്ണയാവാം, അതോ ഭക്തർ കൊണ്ടേ കൊടുക്കുന്ന വെണ്ണയ്ക്കായിട്ടോ അല്ലെങ്കിൽ കദളിപ്പഴത്തിനായിട്ടോ അതോ അവിലിനായിട്ടോ എന്തിനായിട്ടാണെന്നറിയില്ല. ആളവിടെ ഇരിക്കണോ അതോ മയിൽപ്പീലിക്കോ എന്തിനാണെന്നൊന്നും അറിയില്ല കേട്ടോ. നല്ലൊരു കാഴ്ചയായിട്ടാണ്. ആ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ ഇങ്ങനെ കാണാനുണ്ട്. അതേപോലെ നോട്ടം കണ്ടാൽ അറിയാം ആരെയോ കാത്തിരിക്കുകയെന്ന് തന്നെ, അതോ ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും ഭക്തനെ കാത്തിരിക്കുകയാണോ എന്നറിയില്ല. എന്തായാലും നല്ല കാഴ്ചയാണ്. അങ്ങനെ നോക്കി വരുമ്പോൾ കഴുത്തിലൊരു വളയം പോലത്തെ മാല ഉണ്ട്, പിന്നെ ഒരു പതക്കം പോലത്തെ ഉണ്ട്, ഒരു മാങ്ങാമാലയുണ്ട്, 3 മാലകളുണ്ട് സ്വർണത്തിൻ്റെ. സ്വർണ്ണഗോപി ചാർത്തിയിട്ടുണ്ട്, പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്, കളഭം കൊണ്ട് നല്ല പീലിയായിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്.
തിരുമുടിമാലകളുണ്ട്. തിരുമുടിമാലകൾ ഇന്ന് എണ്ണം കൂടുതലാണ്. തെച്ചിയും തുളസിയായിട്ടുള്ള ഒരു തിരുമുടിമാല, പിന്നെ തെച്ചി മാത്രമായിട്ടുള്ളൊരു തെച്ചിയും വെളുത്ത പൂവായിട്ടുള്ളൊരു മാല, തുളസി മാത്രമായിട്ടുള്ള, അങ്ങനെ 4 ഉണ്ട്. 4 തിരുമുടിമാലകളാണ് ഇന്ന് ചാർത്തിയിട്ടുള്ളത്. അതുപോലെ ഉണ്ടമാല 2 അത് നല്ല വെളുത്ത പൂവും തെച്ചിപ്പൂവും തുളസിയും കൂടി സമം ചേർത്ത പോലെ, കുറച്ച് തെച്ചി, കുറച്ച് തുളസി, കുറച്ച് വെളുത്ത പൂവ്, അങ്ങനെ ആയിട്ടാണ് ചാർത്തിയിട്ട് 2 ഉണ്ടമാലകൾ. നല്ല വലിയ ഉണ്ടമാലകളാണ്. ആ തടിച്ച ഉണ്ടമാല തന്നെ, അതായത് ഉണ്ണിക്കണ്ണനും തടിച്ചിട്ടാണ്, ഉണ്ടമാലയും തടിച്ചിട്ടാണ്. അപ്പോൾ നല്ല രസമാണ്. ആ പീലിത്തിരിമുടിയുടെ ഉള്ളൊരു താമരയും കൂടിയും കെട്ടിയിട്ടുണ്ട് കേട്ടോ. താമരയും കൂടി ചാർത്തിയിട്ടുണ്ട്. നന്നായിട്ടുള്ളൊരു അലങ്കാരം അന്നത്തെ. നല്ല കണ്ടു കഴിഞ്ഞാൽ കൊതി തോന്നും, ഒന്ന് വാരിയെടുക്കാൻ തോന്നും. അത്രയ്ക്കും രസമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ് ഇരിക്കുന്നത്. എന്തായാലും നമ്മളെ കാത്തിരിക്കുകയാണോ വെണ്ണ കാത്തിരിക്കുക എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. എന്തായാലും കണ്ടു, നല്ല കാഴ്ചയാണ്. അപ്പോൾ ആ ശ്രീലകത്തെ ആ നെയ്വിളക്കിൻ്റെ പ്രഭയും പൊന്നിൻ്റെ പ്രഭയും ഒക്കെ ഇങ്ങനെ കാണുമ്പോഴേ, ഭഗവാന്റെ ആ ഒരു കാഴ്ചയും കൂടി കാണുമ്പോൾ വളരെ സന്തോഷമായിട്ടുള്ള ഒരു അലങ്കാരം തന്നെയാണ് കളഭം കൊണ്ട്. അപ്പോൾ എല്ലാവരും ശ്രീലകത്തിൻ്റെ മുന്നിൽ വന്നിട്ട് ശ്രീലകത്തേക്ക് നോക്കുകയാണ്, സോപാനപ്പടിയിൽ നിന്നിട്ട്. അപ്പോൾ എല്ലാവരും നോക്കിക്കോളൂ കേട്ടോ. ഗുരുവായൂരപ്പൻ ചിലപ്പോൾ നമ്മളെ തന്നെയാണോ കാത്തിരിക്കണതെന്ന് അറിയില്ല, പറയാൻ പറ്റില്ല. നമ്മളിലുള്ള ആരോ ഒരാളെ ചിലപ്പോൾ കാത്തിരിക്കാവും, അതും അല്ലെങ്കിൽ വെണ്ണയ്ക്കായിട്ട് കാത്തിരിക്കാവും. എന്തായാലും കാത്തിരിക്കുകയാണ് ആൾ. അപ്പോൾ ഗുരുവായൂരപ്പനെ എല്ലാവരും കണ്ട് തൊഴുതോളൂ. അങ്ങനെ നമ്മൾ തൊഴുത് ഇറങ്ങുകയാണ്. അങ്ങനെ തൊഴുത് ഇറങ്ങിയിട്ട് നേരെ നോക്കിയിട്ട് ഇങ്ങനെ വരുമ്പോൾ ആ തിടപ്പള്ളിയിലേക്ക് നോക്കാം. തിടപ്പള്ളിയിൽ നോക്കിയിട്ട് രാവിലത്തെ നേദ്യം തയ്യാറാക്കണമെന്നതും അതുപോലെ ഗണപതി ഹോമം കഴിക്കുന്ന സ്ഥലമൊക്കെയാണ്. അപ്പോൾ വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അങ്ങോട്ട് നോക്കിയിട്ടൊന്ന് തൊഴുക. അതുപോലെ അഗ്നികോണിൽ ആ നേദ്യമൊക്കെ തൂവുന്ന ഇതൊക്കെ വലിയ തൂവുന്ന സ്ഥലത്ത് ഒന്ന് നോക്കി തൊഴുതു. സപ്തമാതാക്കളെ തൊഴുതു. ഇനി വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരികയാണ്. വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരുമ്പോഴോ അവിടെയും നല്ല ചന്ദനം കൊണ്ടൊക്കെ ചർച്ചിതമായിട്ടുള്ള രൂപത്തിലാണ് ആ കൊമ്പും തുമ്പിക്കൈയൊക്കെ ഈ നെറ്റിപ്പട്ടൊക്കെ വെച്ച് വളരെ മനോഹരമായിട്ടാണ് ഇന്ന് ആ വിഘ്നേശ്വരൻ നമ്മളെയൊക്കെ കാത്തിരിക്കുന്നത്. നിറയെ പൂക്കളുമുണ്ട്. അർച്ചന പൂക്കളൊരു വക, പിന്നെ മാലകളൊന്ന്, പ്രസാദം വാങ്ങാനൊക്കെ ഉള്ള ആളുകളുടെ തിരക്ക് ഇങ്ങനെ ഉണ്ട് അവിടെ. അപ്പോൾ കണ്ട് തൊഴുതോളൂ, എത്തട്ടോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ അത് കഴിഞ്ഞ് തിരിഞ്ഞിങ്ങോട്ട് നോക്കുമ്പോഴോ സരസ്വതി ദേവീനെ കാണാം. തുളസിമാലയും വെളുത്ത മുല്ലമാലയും കൂടി ചേർത്ത് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ടു തൊഴുതു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ തൊഴുതു നമ്മളിങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ ഓരോ വിഗ്രഹങ്ങളിങ്ങനെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത്, ചെറിയ ഗണേശൻ്റെ വിഗ്രഹം കാണാം, അതൊക്കെ കണ്ട് തൊഴുതു. നേരെ അങ്ങനെ വരുന്ന ഇതിൽ ദശാവതാര വിഗ്രഹങ്ങൾ, മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം ഒക്കെ ഇങ്ങനെ കണ്ട് വരികയാണ്, തൊഴുതു. അങ്ങനെ മേൽശാന്തിൽ അവിടെ വന്നാൽ നേരെ പ്രസാദം, അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വന്നിട്ട് അനന്തപത്മനാഭസ്വാമീനെ ഒന്ന് കണ്ട് തൊഴാം. അവിടെയും ധാരാളം മാലകൾ ഇങ്ങനെ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. നിറയെ തെച്ചിയല്ല തുളസിയും താമരയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടകലർത്തിയിട്ട്, തുളസിയാണ് ധാരാളം. അപ്പോൾ അവിടെ കണ്ട് തൊഴുതു. അങ്ങനെ ആ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അങ്ങനെ നമസ്കരിച്ച് നമുക്ക് പറയാനുള്ളതൊക്കെ മുൻവശത്ത് പറയാൻ കഴിയാത്ത അവിടുന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ നമുക്ക് അവിടുന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിലോ ഇവിടെ സുഖമായിട്ട് നമസ്കരിച്ച് അങ്ങനെ തൊഴാം. അങ്ങനെ തൊഴുത് നേരെ കണ്ട് തൊഴുത് ഇങ്ങനെ ഇറങ്ങിപ്പോരാം. അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ഭഗവാന്റെ ആ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് തൊഴാം. അതൊക്കെ കണ്ട് ആ കണ്ണൻ്റെ അവിടെ നല്ല തുളസിമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്, അതും കണ്ട് ഇങ്ങനെ തൊഴാം. അങ്ങനെ പോന്ന് നേരെ ഇങ്ങനെ പോരുക.
ആ മുരുകൻ്റെ അവിടെ വന്ന് കണ്ട് തൊഴാം. അത് കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമിയുടെ അവിടെ വന്ന് തൊഴാം. നല്ല വെറ്റിലമാലയും നാരങ്ങമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുക, തൊഴുക. ആ രാധാകൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴുത് നേരെ ഓവിൻ്റെ പുറകുവശത്തായിട്ട് വരാം. അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് കടന്നാൽ നമ്മുടെ താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. അതും കഴിഞ്ഞ് നേരെ മണിക്കിണർ കാണാം. അതേപോലെ നൃത്താറയിലേക്ക് നോക്കൂ. അവിടെ ഇതാ കിടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കണു. അപ്പോൾ അവിടെ കണ്ട് നമ്മുടെ കണ്ണൻ കളിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ അവിടെ കണ്ണൻ കളിക്കുന്നതായിട്ട് നമ്മളെ മനസ്സിലിങ്ങനെ കാണും. അത് കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് ഇങ്ങനെ കടന്ന് കുറൂരമ്മേനെയും ആ കൃഷ്ണാട്ടത്തിൻ്റെ രൂപവും വസുദേവരെയൊക്കെ ഇങ്ങനെ കാണാം. അത് കഴിഞ്ഞ് വടക്കേ നടയിലൂടെ പുറത്ത് വരാം. പുറത്ത് വന്ന് നേരെ പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് നേരെ എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാൻ പോവാം. ഇപ്പോൾ നാളെ ഫെബ്രുവരി 1 7 ദിവസം താലപ്പൊലിയാണ്. അപ്പോൾ അമ്മയുടെ താലപ്പൊലിയാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയി തുടങ്ങി. അപ്പോൾ അമ്മ അതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവിടെ വരുമ്പോഴോ നന്നായിട്ടുള്ള കണ്ണെഴുതി പൊട്ട് തൊട്ട് എന്താ പറയുക, കല്ലുമണി മാലയിട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ നല്ല മാലയൊക്കെ ചാർത്തിയിട്ട് ഇങ്ങനെ പൊട്ടൊക്കെ ഇട്ട്, വലിയ പൊട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഭക്തരെ കാത്തിരിക്കുകയാണ് എടത്തരികത്തുകാവിലെ ഭഗവതി. അപ്പോൾ അമ്മയെ കണ്ട് തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ കണ്ട് തൊഴുത് മമ്മിയൂരപ്പനെയും കണ്ട് തൊഴാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അതിനുശേഷം നേരെ കൊടിമരത്തിൻ്റെ അവിടെ വരിക. ഒന്നുകൂടി ശ്രീരാഗത്തേക്ക് നോക്കിയിട്ട് നമ്മുടെ ആ ചമ്രം പടിഞ്ഞിരിക്കുന്ന പൊന്നുണ്ണീനെ ഒന്നുകൂടി കാണാം. അത് കഴിഞ്ഞ് കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് തൊഴാം. അത് കഴിഞ്ഞാൽ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്നിട്ട് കാണാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേസ്തുഭ്യം നമോ നമ. അതിനുശേഷം പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിലെത്തി ദീപസ്തംഭത്തിലെ കണ്ണനെയും കൊടിമരത്തിലെ കണ്ണനെയും കണ്ടു തൊഴാം. അപ്പോൾ ഇന്നും നമ്മൾ ഉച്ചപൂജ കണ്ടു തൊഴുതു. എല്ലാവരും എൻ്റെ കൂടെ വന്ന് തൊഴുതു കേട്ടോ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. നമ്മൾ ഗുരുവായൂർ വന്ന പ്രതീതി എല്ലാവരിലേക്കും ഉണ്ടാവുമല്ലോ. ഈ സൗണ്ട് കേൾക്കുന്ന എല്ലാവർക്കും, എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ആ ഗുരുവായൂർ വന്ന പ്രതീതി ലഭിക്കട്ടെ. ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുത അനുഭവം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ.